ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും എന്നെ അങ്ങ് പഴി വെച്ചേര്. ഞാനും പോയി കിടക്ക് ഒരാളുടെ വീട് കൂടി ഉദ്യോഗമില്ലാതെ പണിയില്ലാതെ ഇങ്ങനെ നടത്തേണ്ട കാര്യം നിന്നെക്കൊണ്ട് ഉപകാരം വേണ്ടി വന്നാൽ ചെന്ന് ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. വിളിച്ചാ ആര്? നീ ഞാൻ കുളിക്കാൻ സമയമായില്ല. ഏ ഞാൻ കുളിക്കാൻ സമയമായില്ലല്ലോ. പാതിരാക്കാ വിളിക്കോളല്ലേ? ആ പാതിരായ്ക്കാ വിളി. കൂടാ ആ തണുപ്പ് കൂടാൻ. എലിക്കുട്ടിയമ്മയാണോ ഇപ്പോൾ കുളിച്ചേ? എലിക്കുട്ടിയമ്മ ഇപ്പോൾ കുളിച്ചോ? എന്നാ എലിക്കുട്ടിയമ്മ ഇപ്പോൾ കുളിച്ചോന്ന്? ഞാൻ കുടിച്ചാ ആ കുടിച്ചാലും വന്നോ കുളിച്ചു വന്നതല്ലേ? ആരാ കുളിപ്പിച്ചേ? ഭയങ്കര തണുപ്പാ. ഓ നല്ല ചൂടാ. പുറത്ത് ഭയങ്കര വെയിലാണ്. പിന്നെ ഇങ്ങനെ തണുപ്പ്. ഇപ്പം ഇച്ചിരി മൂടി നിൽക്കണമെന്നേ ഉള്ളൂ. ആരാ കുളിപ്പിച്ചേ? ആരാ കുളിപ്പിച്ചേ? അവളാണോ? ഉടനെ ആയതുകൊണ്ടാട്ടോ. ആ ജോമോളാണോ കുളിപ്പിച്ചേ? എന്റെ പേരൊക്കെ പറഞ്ഞു എലിക്കുട്ടിയമ്മ കേട്ടോ. ഉടനെ ആയതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞാലേ ഇപ്പൊ ഞാൻ തന്നെ കുളിച്ചെന്ന് പറയും. അതെ അതെ. ആ പേര് വരെയും പറഞ്ഞു. ഇപ്പൊ എവിടെ അമ്മയ്ക്ക് ഓർമ്മക്കുറവ് ഇരിക്കുന്നത്? അമ്മയ്ക്ക് എവിടെയാ ഓർമ്മക്കുറവ് ഇരിക്കുന്നത്? നീ ഒന്നും വേണ്ടാതെ ഓർമ്മക്കുറവ് വരുമ്പോ ഈ ലോകം വിടുമ്പോഴാ. ആ ഈ ലോകം വിടുമ്പോഴാ ഓർമ്മക്കുറവ് വരുന്നേന്ന്. ആ ഓർമ്മ പോണേ. അമ്മയ്ക്ക് അല്ലെങ്കിൽ ഓർമ്മക്കുറവൊന്നുമില്ല. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടമ്മേ? എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് പറ. എന്റെ കാർട്ടോമാർക്കാണ്. ഇല്ല അമ്മക്ക് അറിയാൻ പറ്റും. എനിക്ക് എന്റെ വയസ്സറിയാമല്ലോ. 30 വയസ്സ് കാണാം. ആ അപ്പൊ ആ അമ്മയ്ക്കാണ് ഓർമ്മക്കുറവ് വരുന്നത്. 30 വയസ്സുള്ള അമ്മ അല്ലേ? ആ അങ്ങോട്ട് നോക്കി പറ. അമ്മയുടെ മക്കളൊക്കെ കേക്കട്ടെ. അവരൊക്കെ കേട്ടോ. ആ 30 വയസ്സുണ്ടെന്ന്. അവർ കേട്ടോണ്ടിരുന്നിട്ടെന്നാ. അവർക്ക് പോയി കേട്ടോണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടാന്നാ പറഞ്ഞത്. അതുകൊണ്ടൊന്നും കാര്യം. അമ്മ പറഞ്ഞ കാര്യമുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയും അമ്മ പറയുന്ന കാര്യങ്ങളും എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാ. അമ്മ എന്റെ അമ്മ ഇവിടെ വന്നായിരുന്നോ? ആ അമ്മ വന്നിട്ട് പോയി. ഇവിടെ വന്നായിരുന്നു. കുളിച്ച് മിടിക്കായി. ആരും കൊണ്ടുപോകാൻ വന്നിട്ടില്ല. കൊണ്ടുപോകാനോ? എവിടെ കൊണ്ടുപോകാൻ? 30 വയസ്സുള്ള അമ്മേനെ എന്തിനാ എന്റെ വീട്ടിലോട്ട്. അന്നത്തിനെ കൊണ്ടുപോകണേ എന്നത്തിനാ? തന്നെ അങ്ങ് പോയാൽ പോരെ? ആ വാതിലടയ്ക്കാം. തന്നെ അങ്ങ് പോയാൽ പോരെ? എന്തിനാ കൊണ്ടുപോകണേ? കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ അങ്ങ് പോയാൽ പോരെ? അല്ല ആരാ വന്ന് കൊണ്ടുപോകണം? തന്നെ അങ്ങ് പോയാൽ പോരെ? അതാണ് എനിക്കൊന്നും തിരിഞ്ഞേ. ആ അമ്മ രോമം പറയണമെന്ന് അമ്മയ്ക്ക് തിരിയത്തില്ല. ചെറുപ്പത്തിലെ നല്ലപോലെ പറയിപ്പിച്ചൊന്നുമില്ല അമ്മ അല്ലേ? കിടക്കാൻ പോകാട്ടോ. കുളി കഴിഞ്ഞിപ്പോ കിടക്കുവാണോ? കുളി കഴിഞ്ഞ ഉടനെ കിടക്കുവാണോ? അതിനെത്തിനാ? പ്രാർത്ഥനയില്ലതില്ലേ? അത്രയായില്ല. ഇച്ചിരി കഴിഞ്ഞിട്ടാ. നേരം ഒന്നും ആയില്ലേ? അതൊന്നും ആയില്ല. 3 മണി. 3 മണി. അത്രയായി. ആ അത്രേ ഉള്ളൂ. ആ അപ്പൊ അത്രേ ഉള്ളല്ലോ ഒന്ന്. കുടിച്ചോടനെ എന്തിനാ കിടക്കണേ? ശരി ആ തിണ്ണെ പോയിരുന്നേ. വർത്താനൊക്കെ പറ. വേണ്ട. വർത്താനൊക്കെ പറ. എന്താ പറയുന്നതിനാ വിളിക്കാൻ ഭയങ്കര എവിടെ? പുറത്തോ? ഹലോ അവിടെ തണുപ്പൊന്നുമില്ല. ഹലോ പിന്നെ പോയിട്ട് നല്ല വെയിൽ സമയമല്ലേ ഇപ്പം? കിടക്കണ്ട. തിന്നാലാവും. നല്ല വെയിലാ. വെയിൽ കുറഞ്ഞു. ഇപ്പം മൂടി നിൽക്കുക. വന്നവരും വന്നവരില്ല. ഓടി വരെ വന്നൊരു ഇരിക്കണേ കാണുമ്പോൾ. ആ പുറത്ത് സിറ്റ് ഔട്ട് ഇരുന്ന വന്നൊരുങ്ങി കയറി വരും അല്ലേ? അത് സ്നേഹം കൊണ്ട് വരുന്നതല്ലേ? നമ്മളോട് വിവരം അന്വേഷിക്കാൻ വരുന്നതല്ലേ? പിന്നെ പിരിവുകാർ വരും അല്ലേ? തർമ്മക്കാരൊക്കെ വരും അല്ലേ? അവരാണ് കുഴപ്പം. അമ്മയാണ് അവളെല്ലാം മാറിയിട്ട് കൊടുക്കുകയും ചെയ്യും. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ കുളിച്ചിട്ടും ചൊറിയണോ? സോപ്പിട്ടല്ലേ കുളിച്ചേ? സോപ്പിട്ടല്ലേ കുളിച്ചത്? സോപ്പിട്ടല്ലേ കുളിച്ചത്? സോപ്പോ? ആ സോപ്പിടാതെയാ? ആ പിന്നെ ചൊറിയണ എന്നാ? സോപ്പിട്ട് വിളിച്ചിട്ട് ചൊറിയണ്ട എങ്ങനെയാ? സോപ്പിട്ട് വിളിച്ചാൽ ചൊറിയോ? സോപ്പിട്ട് വിളിച്ചാൽ ചൊറിയല്ലോ. അഴുക്കൊക്കെ പോയില്ലേ? സോപ്പിട്ട് വിളിച്ച് കഴിയുമ്പോഴേ അഴുക്കൊക്കെ പോവുകയല്ലേ? പിന്നെ പോയല്ല. ആ പിന്നെ എങ്ങനെയാ ചൊറിയണമെന്ന് പറഞ്ഞേ? ചൊറിയണമെന്ന് പറഞ്ഞത്? പോയേ. ചൊറിയണമെന്ന് പറഞ്ഞാൽ പോയല്ലേ? അത് സോപ്പ് ഇടുന്നതിനെല്ലാം ഓടിക്കൂടി വരുമോ? സോപ്പ് ഇടുന്നതനുസരിച്ച് കൂടി വരുവാണോ? സോപ്പിന് കുഴപ്പമാണോ നീ? ചുമ്മാ തോന്നണമായിരിക്കുമല്ലേ? എല്ലാം കൂടെ വലിച്ചു കെട്ടി വെച്ചപ്പോഴത്തേനും തോർത്തെല്ലാം കൂടെ വെച്ച് കെട്ടിയപ്പോഴേ തോന്നിപ്പോയതായിരിക്കും. ആര്? അത് ജോമോളല്ലേ നിൽക്കണേ? ജോമോളല്ലേ അവിടെ നിൽക്കണേ?
ജോമോൾക്ക് ഫോൺ വന്നാ ജോമോളുടെ അമ്മയുടെ ഫോൺ വന്നിരിക്കുന്ന നോൺ സ്റ്റോപ്പാ. അത് വല്ലവരും ഉണ്ടോ? ഫോണിൽ പറയുന്നതാമേ, ഫോണിൽ സംസാരിക്കുന്നതല്ലേ. അമ്മ എന്റെ അമ്മ. എലിക്കുട്ടിയുടെ അമ്മ ഫോൺ വിളിക്കുമോ? ഈ ജോമാനെ നിനക്ക് ആ വീട്ടിൽ നിന്നോണ്ട് പറയണതാ. ഫോണിൽ കൂടെ പറഞ്ഞല്ലേ. ആളുടെ വീട് ആ ആ ആ വീട് എവിടെയാ? വീട് അവിടെ ശ്രീവാകൃത്ത ബുദ്ധിമറ്റത്തിലാണ്. അതെ, പുതിയ പറ്റത്തി. അമ്മയോട് പറഞ്ഞോ, സംസാരിച്ചോ? പുതുവറ്റാണെങ്കിൽ ഒത്തിരി സമയം അകലാണല്ലോ. ഒത്തിരി അടുത്താ. അയ്യോ ഞങ്ങളങ്ങ് പോണില്ല. അതെ ഞാനിവിടെ ഫോൺ എടുത്തോണ്ട് ഈ അടുക്കള വശത്തോട്ട് വന്നപ്പോ അമ്മയാണ്ട് എന്റെ പുറകെ വന്നതാ. ആ ആരാ ചോദിച്ചു വന്നാ? ചിരിക്കുവാണേ, ചിരിക്കുവാ. ആ കേട്ട് അടുത്ത് നിപ്പുണ്ട്. ആ അതിനറിയാന്ന്. എല്ലാവരും അമ്മ ആ നല്ല സന്തോഷ. എന്തെങ്കിലും സംസാരിക്കും കേട്ടോ. അമ്മയ്ക്ക് സുഖാണോന്ന് ചോദിക്കും. നീയോ? ഉം. അമ്മയ്ക്ക് സുഖാണോ? എന്നെ സംസാരിച്ചില്ലല്ലോ. ഓ ഇനി ഞങ്ങൾക്ക് സുഖം വന്നാൽ എന്നാ വരാനാ പറ്റും? ഒരു പ്രായം കഴിഞ്ഞില്ലേ? ചായയൊക്കെ കുടിച്ചു. ഇല്ല ഇപ്പൊ കുടിച്ചു. ഇല്ലെന്നേ. ഇത് ഇവിടെ കുടിച്ചു തോന്നി കണ്ടില്ലേ? അയ്യോ ഞാൻ കുടിച്ചില്ല. നീ കുടിച്ചില്ലായിരിക്കും. അവള് കുടിച്ചോ? കുളിക്കുന്ന അമ്മയോട് ഏതാണ്ട് ചോദിക്കുന്നു. കുളിക്കുന്നതിന് മുമ്പ് ഇവിടെയുണ്ട്. അവളവിടെ ഉണ്ടല്ലേ ഇന്ന്. ഇവിടെയുണ്ടമ്മേ. നോക്കൂന്ന് ഞാൻ അമ്മേനെ. പിന്നെ നോക്കും. വേറെ ആരാ അമ്മച്ചി നോക്കാനുള്ളേ? നമുക്ക് ഓരോന്നെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? 3-4 പേരുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോ അങ്ങനെയില്ല. ഒരാളോട് എട്ടേച്ചും പോയാലും ആരുമില്ല. അത് കാരണം പോയല്ല. നോക്കി ചിരിച്ചോണ്ടോ? എവിടെ ഇത് കപ്പയാണോ? ആ അവര് കൃഷി ചെയ്തേക്കണതാ. കപ്പയ്ക്കുണ്ട്. അവിടെ അപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിലെ നോക്കിയിട്ട് പറയണം അവിടെ എല്ലാം അപ്പടി കപ്പയാണ്. അതെല്ലാം ഒടിഞ്ഞു വെച്ചിട്ട്. ആ കപ്പ ഇട്ടിട്ടുണ്ട്. വേറെ ഒരു കൃഷി ചെയ്തല്ലോ. ഒന്നുമില്ല. ആ വേറെ കൃഷിയൊന്നും ഇല്ല മേഘ. അവര് കപ്പ ഇട്ടിരിക്കുന്ന മുഴുവൻ കപ്പയാ. കാണണം. ആ എന്നാ ശരി വെച്ചേക്കാം. ഇനി എന്നാ? നിന്റെ അമ്മയാണോ? ആന്നേ ആനിയമ്മ. ശരി. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇവിടെ. അമ്മ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചതാ. ആണോ? ആ വീട്ടിൽ നിന്ന് വിളിച്ചാണ്. ആ ശരിയാണ്. വിശേഷം അറിയാൻ വിളിക്കണതാ. അമ്മയ്ക്ക് അമ്മ വന്നില്ല. അമ്മ അമ്മ ഇന്നാൾ വന്നില്ലേ? നടക്കുക പിന്നെ ചെയ്യും. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അയ്യോ കുഴപ്പമില്ലാതെയല്ല, മൊത്തം തേഞ്ഞിരിക്കുക. ആണോ? അയ്യോ. പക്ഷെ എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റുമോ? എത്ര ആമക്കളുണ്ട് അമ്മയ്ക്ക്? 2 ആമക്കളുണ്ട്. പെണ്ണുങ്ങളോ? ഞാൻ മാത്രമേ ഉള്ളൂ. ആണോ? അത് ശരി. ഇനി എന്നെ കൊണ്ട് അവിടെ ഉപകാരമൊന്നും ഇല്ലല്ലോ. ശാസ്ത്രമുണ്ടോ? ഓ നിന്നെ കൊണ്ട് ഉപകാരം വേണ്ടി വന്നാൽ ചെന്ന് ചെയ്യണം. ആണോ? അപ്പൊ അമ്മേനെ ഇട്ടിട്ട് ഞാൻ പോകണ്ടേ? ആ ചെയ്യാതിരിക്കാൻ ഏരിക്കുട്ടി അമ്മേനെ ഇട്ടേച്ച് ഞാൻ പോകണ്ട വരികയല്ലേ? അത് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ എന്നേറ്റും പോയാലും പറ്റില്ല. ആ അമ്മ ഇപ്പം പ്രായമായിട്ടില്ലല്ലോ, അപ്പൊ എനിക്ക് പോകാമല്ലോ അല്ലേ? ഇപ്പം പൊക്കോട്ടെ എന്നെങ്കിൽ. ഇപ്പോഴൊക്കെയാണ് പിന്നെ സാറേ. എന്നാ പൊക്കോട്ടെ. എന്നാ പൊക്കോട്ടെ. ഇപ്പോഴോ? ആ എന്നാത്തിന്? അമ്മേനെ സഹായിക്കാൻ. അമ്മയ്ക്ക് അവിടെ നട്ടലിനൊക്കെ തേയ്മാനമാ. അതിന് അവിടെ മക്കൾ വന്നിട്ട് ഇല്ലെന്നേ, പെണ്ണുങ്ങളാരും ഇല്ല. അമ്മ തന്നെയാണ്. അമ്മയുണ്ട്, ഒരു മകനും ഉണ്ട്, മകന്റെ 2 പിള്ളേരും ഉണ്ട്, അപ്പനും ഉണ്ട്. അവരൊന്നുമില്ല, ജോലിക്കൊക്കെ പോകും. പിള്ളേര് പഠിക്കാൻ പോയില്ല. അവർക്ക് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൊടുക്കണ്ടേ? ആ അമ്മയ്ക്ക് വേദനയാ നടുവിനൊക്കെ. പഴം പുഴുങ്ങാൻ വെച്ചതാ. പഴം പോവാണോ?
നീ കിടക്കണ്ട, നേരെ ഒത്തിരിയായി. നേരൊന്നും ആയില്ല, ചുമ്മാ വെയിലാന്ന് പറഞ്ഞാ. അതിനാടിയോ ചെതൊക്കെ എടുത്ത് കളഞ്ഞ. അത് ഞാനില്ലേ എന്തോ ഉറുമ്പ് കയറിയായിരുന്നു ഇതിനകത്ത്, അപ്പൊ ഇട്ട് കുടഞ്ഞേച്ചിങ്ങിട്ടതാ. ഇനി അത് നനയ്ക്കണം, ചെളി എമ്പടി ചെളി കാണും. കെട്ടിയുണ്ട്. അമ്മയിലെ കെട്ടി? അതെ. ആര് കെട്ടി? അമ്മ കെട്ടിയതല്ലേ? ഏഹ്? എലിക്കുട്ടി തന്നെ കെട്ടിയതല്ലേ? ഇത്രയും വലിയ തോർത്തന്നെ തലേ കൂടെ. ഇത്രയും വലിയ തോർത്താണ് എലിക്കുട്ടിയുടെ തല കെട്ടാ കൊടുത്തേ? അത് എലിക്കുട്ടിക്ക് ഞാൻ പുതയ്ക്കാൻ കൊടുത്തതാ. ആ, അത് എലിക്കുട്ടി. എലിക്കുട്ടി തന്നെ നല്ല തലയിലെടുത്ത് കെട്ടിയത് ഞാനാണ് ഉത്തരവാദി. എല്ലാത്തിനും എന്റെ പഴിയൊക്കെ വെച്ചു. ഈ തോർത്താണ് ഞാൻ മാത്രം ഒരാളുണ്ടല്ലോ ഇവിടെ പഴി വെക്കാൻ. ഞാൻ മാത്രം ഒരാൾ ഇങ്ങനെ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും എന്നെയൊക്കെ പഴി വെച്ചേര്. ഞാൻ എന്നെ കേട്ട് കിടക്കും എന്നുള്ളത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെയൊക്കെ പറയണത് അല്ലേ? ഞാനെല്ലാം ഇങ്ങനെ കേട്ട് കിടക്കാൻ ഇവിടെ ഒരാൾ ഉള്ളത് കൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയണത്. എന്നാ പറയാ? ആ, കണ്ടതും കേട്ടതും ഒക്കെ. എന്നാ കണ്ട? തോർത്ത് വലുതായിപ്പോയെന്നാ പറഞ്ഞു. എന്നാ ചെയ്താലും കുറ്റവാ. ആ, തോർത്ത് ചൂട് വലുതായിപ്പോയി. കഞ്ഞി കൊണ്ടേ കൊടുത്താ പറയും ഇത് ഭയങ്കര ചൂടാണ്. തണുത്ത കൊടുത്തു കഴിഞ്ഞാൽ പറയും ഇത് അപ്പടി തണുത്തതാണ്. ഇനിയിപ്പൊ ഞാൻ എങ്ങനെയുള്ള രീതിയിലുള്ളതായിരിക്കും കൊടുക്കേണ്ടത്? ആർക്ക് കൊടുക്കാനോ? ഏലിക്കുട്ടിയമ്മയുടെ കാര്യാ പറഞ്ഞത്. പിന്നെ ഞാൻ ചൂടൊക്കെ അവിടെ ആർച്ച് നല്ലതായി കഴിക്കില്ല. ഫാനിട്ടാറി കൊണ്ട് ഇത് ആർക്കും ആരും ഒന്നും സമ്മതിക്കത്തുമില്ല. എന്നെ പറഞ്ഞാലും ഇട്ട് സമ്മതിക്കത്തുമില്ല. അല്ലേ? അത് പിന്നെ ഞാൻ എന്നാ അറിയാം, ഇപ്പൊ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇപ്പൊ എന്തിനാ വഴക്കുണ്ടാക്കണേന്ന് വെച്ചിട്ട് അല്ലെ ഞാൻ ശരിക്കും വഴക്കുണ്ടാക്കിയാനെ. ആ, എന്റെ സ്വഭാവം അറിയത്തില്ല ശരിക്കും. അപ്പൊ അറിയാം ചേലിക്കുട്ടി ആരാന്ന്. നോക്കുന്നുണ്ട് അമ്മേ, നോക്കുന്നുണ്ടേ, എനിക്ക് പേടിയാവുന്നേ, ഞാൻ ഇവിടെ ഓടിപ്പോവാടേ. നീ പറയണേ. എനിക്കറിയത്തില്ല എന്തായി പറയുന്നേന്ന്. നീ അറിയാതെ എങ്ങനെയാ മറ്റോ പറയാൻ നീ അറിയാതെ എങ്ങനെയാ പറയണേ? ആ, ഞാൻ അറിഞ്ഞിട്ടാ പറയണത്. ഇതന്നെ പറഞ്ഞ അരിയായി. ആ, മറ്റേ കൊന്ത കളഞ്ഞോ? ഒരെണ്ണൊക്കെ ഇട്ടേ കിടപ്പുണ്ട്. അല്ല, മറ്റേ നമ്മളെ ആ, അത് വരെ കുരിശ് പൊട്ടിപ്പോയോണ്ട് ഞാൻ കളഞ്ഞേച്ചത്. അത്രയും വരെ കൊടുത്തല്ലേ ആ, മറ്റേത് ആ കൊണ്ടേ? കൊന്തയല്ലേ? ആ, നമ്മുടെ അവിടെ പഠനകാലത്തിന് ആ, അതെ, ചുമ്മാ കളിപ്പീരായി പോയി കേട്ടോ. ചൂടാകട്ടോ എന്നാ കുളിച്ചിട്ട് പോലും. ആ ഭാരം കൊണ്ടിട്ട് പുകച്ചിലുണ്ട്, മൂടലാ. കുളിച്ചിട്ടും ചൂടാണ്. കുളിച്ചിട്ടും ചൂടാണ്. ഭയങ്കര ആ, വേഗത്തല്ല പൊടുവാ. എവിടുന്ന് കുളിച്ച പറയുന്നത് എവിടെ പൊള്ളാനിരിക്കും? അത് തണുത്ത് കൂളിംഗ് ആയിട്ടിരിക്കുമല്ലേ? വെള്ളമാണ് അതിനോട്ടിട്ട് വെള്ളം ഒഴിക്കാനിട്ടായിരിക്കും. കുറച്ച് ഒഴിച്ചോളൂ. ആണോ? അതിനാ കുറഞ്ഞു പോയേ? ചൂടുവെള്ളത്തിലല്ലേ കുളിച്ചത്? അതാണ് ചൂടായിട്ട് തോന്നണം അതിൻ്റെ കാര്യം. കാര്യമായ ചൂടൊന്നും ഇല്ലായിരുന്നു. ആ, ഒത്തിരി ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ? തൊലിയെല്ലാം പുള്ളി പോയല്ലേ? ചെറിയ ചൂടുവെള്ളത്തിലല്ലേ പറ്റുള്ളൂ. തണുത്ത വെള്ളത്തിലാണ് കുടിക്കേണ്ട ശരിക്കും. ശരിക്കുട്ടിയമ്മയ്ക്ക് ചൂടുവെള്ളമേ പറ്റുള്ളൂ. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നല്ലേ. കന്നുകാലിനെയൊക്കെ കെട്ടിയോന്ന്. എന്നാ ചോദിച്ചേ? ഇപ്പം ചോദിച്ചത് എന്നാന്ന്? ഇപ്പം ചോദിച്ചത് എന്നാന്ന്? കെട്ടിയാന്ന് ആണോ? കെട്ടിയില്ലെങ്കിൽ മറന്നു പോയെങ്കിൽ പിന്നെ അതിൻ്റെ പറഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞു കിടാവല്ലേ ഉള്ളൂ. ഇവിടെ ഒരു കുഞ്ഞു കിടാവേ ഉള്ളൂ. പശുവിനെ ഒന്നും നോക്കാൻ മേല. എല്ലാവർക്കും മേല തേയ്മാനമൊക്കെയാ. അതൊക്കെ അതൊക്കെ ഒരു നിലത്ത് കുത്തിയിരിക്കാന്ന്. അതൊക്കെ ആ, അത് അമ്മേനെ ഇങ്ങനെയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് താന്നിരിക്കുക. ഇവിടെ ഇല്ലേ ഒരു കുഞ്ഞു കിടാവേ ഉള്ളൂ, പൊന്നുകുട്ടി. ഒരു പൊന്നുകുട്ടി മാത്രമേ ഉള്ളൂ. കുഞ്ഞുവിടാവോ? ആ, ഒന്നുകാരിയായിട്ട് രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ട്. ആ, അത് കേക്ക്. അവിടെ പോയി പൊന്നൂന്ന് വിളിക്കണം. ഈ ഇതിന്റെ ഇടയിൽ നിന്ന് ഞാൻ ഇച്ചിരി മുമ്പ് അങ്ങനെ വിളിച്ചായിരുന്നു. ജാക്കുവിൻ്റെ അടുത്ത് പോയാ? ഇല്ല, ഇവിടെ നിന്ന് വെന്റിലേഷൻ ഇടയിൽ കൂടെ. അപ്പൊ ഒരുത്തനുണ്ടല്ലോ മറ്റേ നാടൻ പട്ടി, ഒരു പട്ടിയില്ലേ ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞിട്ട് നോക്കിയല്ലേ, അതുപോലെ അവൻ നോക്കുവാണ്. ഞാൻ എന്നെ ശരിക്കും കാണത്തില്ല, അതിനിടയിൽ കൂടെ കാണത്തുള്ളൂ. ഇരിക്കുവല്ലേ ഇടയിൽ കൂടെ കാണാം. മറ്റവള് പൊന്നൂന്ന് വിളിക്കുമ്പോ അവളും ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് രണ്ടുപേരും മാറി മാറി ഞാൻ വിളിച്ചു. അപ്പൊ അവന് തല ഇങ്ങനെ ഒരു വസ്തുത്തോട്ട് ചരിച്ചു വെച്ചിട്ട് നോക്കുക. നല്ല സ്നേഹമല്ലേ? അതിന് പോയിട്ട് വന്നാൽ പിന്നെ ഭയങ്കര സ്നേഹ. ഒരു പോക്കങ്ങ് പോയിട്ട് പൊന്നുവാ. പൊന്നുവിനെ ഒന്ന് കുറച്ചിട്ടെ.
ജാക്കു നോക്കുന്നു. കുപ്പട്ടൻ അവിടെ നോക്കി നിൽക്കില്ല. ആരാ ഇവിടെ നിൽക്കണേ? ജാക്കേ. ആ ഇവിടെ എല്ലാം വിളിപ്പിച്ചല്ലോ. പൊന്നമ്മേ പൊന്നമ്മേ പൊന്നമ്മ എന്നോട് കൊടി എല്ലാം തിന്നോ? ഓടി വന്നിട്ട് നക്കും കടി എന്നൊക്കെ ചെയ്യണമെന്നറിയാമോ നിങ്ങൾ ഈ സാധനം? അല്ലേ? നക്കും ചെടി ഉമ്മതാടി ഉമ്മതാ 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 ഇടയിലൊന്നുമില്ല. കണ്ടോ കടിക്കുന്ന കണ്ടോ? ഉണ്ടോ? ആ കടിക്കാതെ ഓടിക്കൊണ്ട് ഫോണും. ഇപ്പോൾ ഒന്ന് ദേഹത്തോട്ട് കയറി വന്നിട്ട് ദേഹത്തോട്ട് കയറാനിട്ടണേ. ദേഹത്തോട്ട് കയറണേ. ഞക്കണം ദേഹത്തോട്ട് കയറി വന്നിട്ട് നക്കലൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ? നക്കലൊക്കെ കഴിഞ്ഞിട്ട് ദേഹത്തോട്ട് കയറും വന്ന്. എടി ഇല്ലടാ ഒന്നും ചെയ്യാമല്ലടാ. അവൻ വഴക്കുണ്ടാക്കുവാ. ഇവിടെ അകത്ത് ഈച്ചയുണ്ടല്ലോ. എണ്ണ നോക്കണടി പൊന്നമ്മേ. പൊന്നുവേ ഞാനാ പൊന്നുകുട്ടി. ഇച്ചിരി മൂടലാ, മഴക്കാറുണ്ട്. മഴ പെയ്യോ ഇല്ലയോ അറിയത്തില്ല. എടാ ജാക്കേ അവളവിടെ നിന്നോട്ടറാ. അവിടെ നിന്ന് തിന്നട്ടാ. നീയൊന്നും തിന്നോ. നീ പോരൊന്നും വേണ്ട കേട്ടാ. എടാ എന്നാടാ എന്നെ കൂടെ മടുപ്പാണല്ലോ. എടുക്കണാപ്പാ നീ എന്തിനാ കിടന്ന് വെച്ചുണ്ടാക്കണേ? അവിടെ നിന്ന് തിന്നട്ടെ. നീ നമ്മുടെ പൊന്നുകുട്ടിയല്ലേ. നീ ഇവിടെ തിന്നട്ടെ കേട്ടോ. ചാട്ടാവും മറിച്ചിലും. പൊന്നമ്മേ ഇവിടെ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. എടി തിന്നോടി വയറ് നിറച്ചോടി. പൊന്നേ പൊന്നേ നീ വിളിച്ചപ്പോൾ വിളി കേൾക്കുന്നുണ്ടല്ലോ. പശുക്കിടാവ് കടിക്കണ്. പശുക്കിടാവ് കൈക്കിട്ട് കടിക്കണമെന്ന്. കടി പശുവേ പശുക്കിടാവേ പശുക്കിടാവ് കടിക്കുന്നേ നമ്മുടെ കൈക്കിട്ടെ. എവിടെ അടുത്ത് ചെല്ലുമ്പോഴേ പൊട്ടിയൊന്നുമില്ല, പതുക്കെ കടിക്കുന്ന. സ്നേഹം കൊണ്ട് നക്കവും കടിക്കുകയൊക്കെ ചെയ്യുന്നു. നക്കുന്നു. ആ പശു കടിക്കണ കാര്യമാണ് പറഞ്ഞേ. നമ്മുടെ കിടാവില്ലേ, പശുക്കിടാവില്ലേ, അവള് കടിക്കണമെന്നാ പറഞ്ഞേ. നക്കുന്നു കടിക്കുന്നു. ആ മുറി അവള് പതുക്കെ കടിക്കണേ. സ്നേഹം കൊണ്ട് ആ പിന്നെ പല്ലുണ്ട്. നക്കുന്നു. അവള് സ്നേഹം കൂടുന്നല്ലേ. കൂട്ടിലല്ല, പറമ്പില്. പറമ്പിൽ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേ ആ സീറ്റ് തന്നെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കവിടെ കടിക്കണ. സ്നേഹം കൂടുന്നതുകൊണ്ട്. പിന്നെ തീറ്റ തിന്നോണ്ടിരിക്കുവല്ലേ അവിടെ നിന്ന് തിന്നോണ്ടിരിക്കുക. പിന്നെ 5 മാസമായില്ലേ? 5 മാസമായി. ആ അര വയസ്സായില്ല. 1 മാസം കൂടെ ആകണ്ടേ? അര വയസ്സാകണ 6 മാസം ആകണ്ടേ? 5 മാസമല്ലേ ആയുള്ളൂ. ആ അതെ അത് തന്നെ. പ്രായമാകാത്ത പരിപാടി നടക്കില്ല. ഇപ്പം കുളിച്ചതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉടനെ കിടക്കണ എന്നാത്തിനാ? കുളിച്ചതല്ലേ ഉള്ളൂ. എവിടുന്ന്? 10-20 മിനിറ്റേ ആയുള്ളൂ. കുളിച്ച് ഇനി ചായയൊക്കെ കുടിച്ചിട്ട് കിടന്നാൽ മതി. അവളവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് ജോമോള്. പാതിരായൊന്നും ആയില്ല, നേരം സന്ധ്യയാകുന്നേ ഉള്ളൂ. ഇരുട്ടുന്നതേ ഉള്ളൂ. വൈകുന്നേരം ചായ കുടിക്കുകയല്ലേ? അതിനാ ആ ഇറക്കം കൂടുതലാവേണ്ട. അത് കഴുത്ത ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് കൈ പിടിച്ചാൽ മതി. ആരാ വീട്ടിലോട്ട് പോണേ? വീട്ടിലോട്ട് പോണേ?
നോക്കാൻ എൻ്റെ വീട്ടിലുള്ളവർ വരും, അല്ലാതെ വേറെ വല്ലതും വരും. വല്ലതും വല്ല നോക്കുമോ? അതിന് എലിക്കുട്ടിയുടെ വീട്ടിലാരും ഇല്ലല്ലോ. എലിക്കുട്ടിയുടെ വീടൊക്കെ പൊളിച്ച് കളഞ്ഞില്ലേ? എലിക്കുട്ടിയുടെ വീടൊക്കെ പൊളിച്ച് കളഞ്ഞു. എന്നാ വീടൊക്കെ പൊളിച്ച് കളഞ്ഞെന്ന്. എവിടെയോ ഉണ്ടോ ചേട്ടനെ? കള്ളിക്കകത്താണോ? ആ, കള്ളിക്കകത്താണോ ഉണ്ടാക്കണേ? ചെറിയ കള്ളിക്കകത്തല്ലേ? എൻ്റെ വസ്ത്രങ്ങളൊക്കെ എൻ്റെ വീട്ടിലോടൊന്ന് കൊണ്ടുപോയാൽ മതി. ആ, ഒന്ന് വിനയായിട്ട് ഇരിക്കുമോ? ആണോ? ഒരു ആകപ്പാടെ എല്ലാം കുഴഞ്ഞ് മാറിയ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമല്ലേ? അതിന് പെട്ടിക്കകത്തിരിക്കുന്നത് എങ്ങനെയാണ് പോണേ? ഇല്ലാതെ പെട്ടിക്കകത്തിരിക്കുന്നത് എങ്ങനെയാണ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കണേ? പെട്ടിക്കകത്തിരിക്കണേ കുഴഞ്ഞു മറിയൂ? ഏതാണ്ട് മുഴുത്ത കിടപ്പുണ്ട്. അത് കന്നുകാലിയാണോ? ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഒന്നും അറിയില്ല. കന്നാലിക്കുട്ടി ഒന്നുമില്ല. പശുക്കിടാവ് പുറത്താണ് നിൽക്കുന്നത്. കിടാവ് പുറത്താണ് നിൽക്കുന്നത്. ഇതിനെ കെട്ടിയിട്ടുണ്ടോ? കെട്ടിയിട്ടൊന്നുമില്ല. പുറത്ത് പറമ്പിലാണ് നിൽക്കുന്നത്. കിടാവ് പറമ്പിലാണ് നിൽക്കുന്നേ. വല്ലയിൽ ഇറങ്ങി പോവുകയില്ല. ആര്? ആ കിടാവ്. കിടാവൊന്നും ഇറങ്ങിപ്പോയില്ല. അവിടെ കെട്ടി നിർത്തിയേക്കുവാ. കിടാവൊന്നുമല്ല, വലുതാ. വലുതൊന്നും അവിടെ ഇല്ല. വലിയ ഭയങ്കര ഉറുപ്പാ. എന്നത്? ഇവിടെ ഒന്ന് നോക്കിയിട്ട് കണ്ണറിയത്തില്ല. മുഴുത്ത എന്നാ അവിടെ ഉള്ളേ? ഫാനാണോ? വെച്ചേക്കണോ? എവിടെയാണേ? എല്ലാം താട്ടിച്ചില്ല. എവിടെയാ? തൊഴുത്തിലൊന്നും ഇല്ലല്ലോ. അവിടെയും ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. കാണണേ, അവിടെ അങ്ങാപ്പുറം മുഴച്ച് കാണുന്നു. എവിടെ? അങ്ങേപ്പുറം ഒന്നും മുഴിച്ച് കാണുന്നില്ല. കയറണ വാതൊക്കെ. കയറുന്ന വാതൊക്കെ കാണുന്ന അത് പഴയ വാതിൽ. അതിൻ്റെ വാതിൽ ചാരി വെച്ചിരിക്കുന്ന. അതിൻ്റെ വാതിൽ ചാരി വെച്ചേക്കണല്ലേ? വാതിൽ ചാരി വെച്ചിരിക്കുന്ന. രാവിലെ വാതിൽ ചാരി വെച്ചിരിക്കുന്നതാണ്. ചാരി വാതിൽ ചാരി വെച്ചിരിക്കുന്നതാണ്. ചാരി ഇട്ടേക്കണം. അതിനാ അതെന്നാ പൊതിയിട്ട് വെച്ചേക്കണേ? വിവേനയ്ക്ക് കൊടുത്ത സമ്മാനമാണോ? അതിനെ പൊതിയിട്ട് വെച്ചേക്കണേ? വിവേനയ്ക്ക് കൊടുത്ത സമ്മാനം വിവേനെ തിരിച്ചു തന്നിട്ട് പോയോ? ശരിപ്പം എന്തിനാ പൊതിയിട്ട് വെക്കണേ? അത് കാലം എട്ടാ പോരെ? അത് കാലയിൽ എട്ടാ പോരെ? കാലയിലേ എട്ടാൽ പോരെ? രാവിലെ അല്ല, കാലയിൽ എട്ടാ പോരാന്നാ ചോദിച്ചേ. ആ, അത് പൊതിഞ്ഞിട്ട് വെച്ചേക്കണേ എന്നതിനാ? പൊതിഞ്ഞിട്ട് വെക്കുന്നത് എന്തിനാ? ഇല്ലല്ലോ, അവിടെ എല്ലാവരും പോയി കിടക്ക്. ഒരാളുടെ വീട് കൂടി ഉദ്യോഗമില്ലാതെ പണിയില്ലാതെ ചുമ്മാ ഇങ്ങനെ നടത്തേണ്ട കാര്യം. രാത്രി പകരാണ് പിന്നെ ഓർക്കാം. രാത്രി എന്നാ ചെയ്യണം? ചുമ്മാ ആ നേരത്ത് പോയി കിടന്ന് ഉറങ്ങിയാൽ സുഖമായിട്ട് ഏൽക്കുക നേരം വെളുത്ത്. എലിക്കുട്ടീൻ്റെ പാതിരാ കയറ്റിരിക്കുമല്ലേ പിന്നെ ഇങ്ങനെ? എലിക്കുട്ടി എല്ലാ ദിവസം പാതിരാ കയറ്റിരിക്കുമല്ലേ? ഇവിടെ ഒരു സാധനം വെച്ചേക്കല്ല, സകല വീട്ടിക്കൊണ്ട് ആണോ? വെച്ചെന്നാ ഒന്നും ശരിയാക്കില്ല. അതിന് ശരിയാക്കിയല്ലേ? ഇവിടുത്തെ എല്ലാ സാധനം കൊണ്ടുപോകണം. ഒത്തിരി സാധനം അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ആ, എല്ലാവരും കട്ടോണ്ട് പോയോ? എന്നാ നോക്കണേ? ചുമ്മാ നോക്കിയതാ. സുന്ദരിക്കുട്ടിയായിട്ടെങ്ങനെ ഇരിക്കുന്നുണ്ട് നോക്കിയതാ. എലിക്കുട്ടി അങ്ങനെ കുളിച്ച് സുന്ദരിയായിരിക്കുന്നതുകൊണ്ട് നോക്കിയതാ. കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് നോക്കിയതാന്ന്. അമ്മയൊക്കെ അമ്മ അടുക്കളയിലുണ്ട്. അടുക്കളയിലുണ്ട്. ഉണ്ടെന്നേ. ചായ ഉണ്ടാക്കൂലേ? അടുക്കള ഇതാണോ? അടുക്കളയിലുണ്ടെന്നല്ലേ പറഞ്ഞേ? ഇല്ലേ, പിന്നെ ആരും അവിടെ ഉള്ളേ? ആരുമില്ലേ? ഇവിടെ ആരും ഇല്ലേ? അടുക്കള ആരും ഇല്ലേ? അടുക്കളയിൽ ആരും ഇല്ലേ?
വേറെ പെണ്ണാണോ നിൽക്കുന്നത്? പണിക്കാരത്തിയാണോ? അമ്മയുടെ അമ്മ. ഇവിടുത്തെ പണിക്കാരത്തിയാണോ? വേലക്കാരി. കുട്ടി, വേലക്കാരിയല്ലേ? ഇവിടെ ആരും കിടപ്പില്ല. ആ അവിടെ ഇപ്പോൾ പള്ളിക്കൂടത്തിൽ പോയപ്പോലെ. എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മേ, ഏ ഞാൻ വേലക്കാരിയല്ലേ? ഏ വേലക്കാരി. നിലപ്പായ വേലക്കാരിയല്ലേന്ന്? ഞാനേ എന്താണ് വേലക്കാരിയാണോന്ന്. നീയോ? ആ, ആ എനിക്കറിയത്തില്ല. ഞാനെങ്ങനെയാണ്? അമ്മ എന്നെ കണ്ട് പരിചയമൊന്നുമില്ലേ? എന്നെ കണ്ടിട്ട് പരിചയമൊന്നുമില്ലേ? കണ്ടു എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേന്ന്? ഇല്ല. ഇപ്പഴാ നീ എവിടെ പോയെന്നോ? ഞാൻ എന്നെ കണ്ടിട്ട് മനസ്സിലായോ? ഏ ആരാന്ന് മനസ്സിലായോ? ആര്? എന്നെ പിന്നെ നിന്നെ മനസ്സിലായി? ആരാ? ഇത്ര നാളായിട്ടോ? ആരാ? അതൊരു മകൾ. മകള്. അമ്മേനെ പറ്റിക്കാൻ നോക്കണ്ട. എൻ്റെ മക്കളെ കൂട്ടത്തിലല്ല നിന്നെ. ഏ? എൻ്റെ മക്കളെ പോലെയല്ല ഞാനും നിന്നെ നീ കൂട്ടാൻ. അങ്ങനെയാണോ? ഏ അങ്ങനെയാണോ? ആ എന്നാ ഞാനും അമ്മ എന്റെ അമ്മയായിട്ട് കണക്ക് കൂട്ടും. ഏ അങ്ങനെയാണെങ്കിൽ ഞാനും അമ്മേനെ എന്റെ അമ്മയായിട്ട് കണക്ക് കൂട്ടും. പക്ഷെ എന്റെ അമ്മയെക്കാളും ഞാൻ അമ്മയോടാ കൂടുതൽ അടുപ്പം എനിക്ക് തോന്നുന്നു. ഞാൻ അമ്മയോട് അടിയുണ്ടാക്കും. അമ്മമാരെയൊക്കെ മക്കൾ അങ്ങനെ ചെയ്യണം, അന്വേഷിക്കണം. എന്തെങ്കിലും അവർക്ക് സമാധാനം ശാന്തിയുള്ളൂ, അവർക്ക് രോഗവും കുറഞ്ഞിരിക്കും. പിന്നെ വിചാരം അധികം കയറി കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ എത്തണം. അത് ശരിയാ, വിചാരം കൂടുന്നതാണ് വിഷയം, ആലോചനകളാണ്. നീ എന്നാ എടുക്കാൻ പോവാ? ഞാൻ ചായ വേണ്ടേ അമ്മയ്ക്ക്? എലിക്കുട്ടിയമ്മയ്ക്ക് ചായ വേണ്ടേ? വേണോ? അതിനുണ്ടാക്കണ്ടേ? ഉണ്ടാക്കുക. 3:30 കഴിഞ്ഞ് 3:45. ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ച്. 3:45. ആ, അതാണ് അമ്മയ്ക്ക് അറിയത്തില്ലാത്തത്. സമയമുണ്ട് ഞാൻ ഒന്ന് മയങ്ങാൻ അല്ലേ? നീ കിടപ്പൊന്നും നടക്കുകയല്ല. ഇനിയിപ്പോ എന്നാ ഇരിപ്പാണോ? ഉറക്കം മതി. ഈ ഇരിപ്പാണോ നടപ്പാണോ എന്നാ സംഭവം? നമുക്ക് പതുക്കെ നടക്കാൻ പോയി വടിയെ കുത്തിപ്പിടിച്ച് ഒരു 10 മിനിറ്റ് നേരം നടക്കാൻ പോയേക്കാം. വീട്ടിലോട്ടോ? വീട്ടിലോട്ടല്ല, ചുമ്മാ വഴിയെ അങ്ങ് നടക്കാൻ പോകാം. ഓ പറ്റുമോ? എന്നാത്ത് എക്സസൈസ് ആവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന്റെയൊക്കെ ആവശ്യമുണ്ട് എലിക്കുട്ടിയമ്മേ. വേണ്ട. മധുരം വേണോ? മധുരം ഇടണോ? പഞ്ചസാര ഇടണോ? ചായക്കോ? ആ, പിന്നെ എന്നാ കേട്ടോ? ആ, ഇട്ടേക്കാം കേട്ടാ. മധുരമിടാതെയാണോ? മധുരം ഇടണോന്നാ ഞാൻ ചോദിച്ചേ. മധുരമിടാതെ പിന്നെ കുടിക്കാൻ പറ്റും. കുടിക്കാൻ പറ്റും അല്ലേ? ഷുഗർ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. തോർത്തയച്ച് കളയാറായില്ലേ? തോർത്തയച്ച് കളയാറായില്ലേന്ന്? തലയിലെ വെള്ളമൊക്കെ പോയില്ലേ? തലയിലെ വെള്ളമൊക്കെ പോയില്ലേ? അതേയോ? തലയിലെ വെള്ളമൊന്നും തോർത്തയച്ച് കളയാൻ വേണ്ട. അങ്ങനെ പോയാ മതിയോ? നാളെ ഒരു നേരം ആകുമ്പോൾ വെള്ളം പോറ്റിയാൽ മതിയോ? ചൂടാ, ചൂട്. ഞാൻ എന്നാ കടിക്കാനുള്ളത് നോക്കട്ടെ. ഫാൻ ഇട്ടിട്ടുണ്ടോ? അടിക്കോ? ആ, അത് ഇച്ചിരി വെള്ളന്ന്. ചായ. ചായയോ? അയ്യോ, കുറെ കൊടുത്തു കഴിഞ്ഞാൽ പറയും ഇത് ഒത്തിരി ഉണ്ടോ വേണ്ടെന്ന്. ഇതിപ്പോ ഇങ്ങനെയാണോ പറയണത്? എന്റെ പൊന്നോ, എലിക്കുട്ടീനെ എനിക്ക് പേടിയാവുക. രാത്രി ആയോണ്ടേ ദാഹമുണ്ട്. ദാഹം. ദാഹത്തിനല്ല ചായ കുടിക്കുന്നത്. ചായ കുടിക്കുന്നതേ ദാഹത്തിനല്ല എലിക്കുട്ടി. ചൂടാ ചൂടാ, നല്ല ചൂടാ. ചൂടാ ചൂടാ പൊള്ളും. ആ ആ, അതിലേ പറഞ്ഞ് ചൂടാന്ന് പറഞ്ഞേ. വാ, പൊളിച്ചില്ലേ? പറഞ്ഞാ കേൾക്കില്ല. ആ, ചൂടാറട്ടെ. ഫാൻ്റെ കീഴായിരുന്നു, എന്നിട്ട് കുടിച്ചാൽ മതി. അതൊക്കെ കേക്ക് നല്ലതാണോ? കേക്കില്ല. അതാ ആരാ കൊണ്ടുവന്ന? മറ്റേ അവിടുത്തെ നീ ഉണ്ടാക്കില്ല. കൊണ്ടുവന്ന ആ, ജോസിയേട്ടായി ജോസിയേട്ടായൊക്കെ ഒന്ന് കൊണ്ടുവന്ന.
കണ്ണൂരിൽ നിന്ന് ചെമ്പേരിന്ന് കൊണ്ടുവന്ന ഞങ്ങൾ തിന്നു. അവരൊക്കെ ഉണ്ടാക്കണ്ട. അല്ല, കടയിൽ നിന്ന് മേടിച്ചതായിരിക്കും. ആരാ ഉണ്ടാക്കണേ? നേരോ 4 മണിക്ക് കറി വെക്കാനുണ്ട്. സാധനം ഓഫ് ചെയ്യട്ടെ. നല്ലതാണോ കേക്ക്? നല്ലതാണ്, മധുരമുള്ളതല്ലേ, അതുകൊണ്ട് എല്ലാം നല്ലതാ. മധുരമുള്ള എല്ലാ സാധനവും നല്ലതാ. കണ്ണൂരിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മധുരമല്ലേ, അത് ഇടയ്ക്ക് ഓരോന്ന് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങനെ അടുപ്പിച്ച് കൊടുക്കണ്ട. ഉണങ്ങി ഏ കണ്ടവാനം ആ, അത് കണ്ടവൻ ഉണങ്ങിയിരുന്നാലേ അത് പോകാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ചീത്തയായി പോയല്ലേ. അല്ല, കേടായി പോവും. അതിന് വേണ്ടിയല്ലേ. തിന്നാൻ സുഖമല്ലേ കടിച്ചു പൊടിക്കാൻ? കടിച്ചു പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലേ? അതൊക്കെ ഒന്ന് കടിച്ചാൽ മതി. ഉണ്ടോ? ഇത് ചായ. ചായ അറിയോ നോക്കി ഇവിടുണ്ട്. കുടിക്കാവോ? കുടിക്കാൻ പാകം. വേണ്ട, ഇതെടുത്ത് തിന്ന്. ഇതിന് എരിവാണോ മധുരമാണോ? എരിവായിരിക്കും ചിലപ്പോൾ. ഇല്ല. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനുണ്ടോ? ഓരോ ഷേപ്പിലല്ലേ? ആ, അതിനുള്ള അച്ചൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇത് പൈസ മുടക്കിയാ പൈസ മുടക്കി നമ്മൾ മേടിക്കുന്നത്. നമ്മളങ്ങ് പൈസ കൊടുത്തിട്ടല്ലേ ഇത് നമുക്ക് കിട്ടുന്നത്. നമ്മൾക്ക് കിട്ടണം. നമുക്ക് പൈസ കൊടുക്കാൻ അവനെ തരുമോ? അപ്പൊ അവർക്ക് പൈസ കിട്ടിക്കോളും. അവര് പൈസ മുടക്കി ഉണ്ടാക്കണേ. ആ, ചായ ഇവിടെ ഒമ്പത്. ഇരി. ചൂടാറട്ടെ. ഇവിടെ ഇരി. ചൂടാറട്ടെ. വായെല്ലാം നാക്കെല്ലാം പൊള്ളും. ചായയുടെ ഗ്യാസ് ഉണ്ടാക്കാൻ ചായക്ക് ഭയങ്കര ചൂടല്ലേ, എളുപ്പം ഉണ്ടാക്കണേക്കാളും. പ്രാണികളെല്ലാം കിടക്കാം. പ്രാണികളല്ല, ഇവിടുത്തെ ഒരു അമ്മയെ കഞ്ഞി കൊടുക്കുമ്പോഴേ കറി കൊടുക്കും. അതിന്റെ കൂടെ ഉണ്ടാ കരിയാപ്പിലെല്ലാം തുപ്പിയിടുന്നതാ. കരിയാപ്പില ആര്? ഈ കറിക്കകത്ത് കിടക്കണ കരിയാപ്പലയില്ലേ, അതൊക്കെ അങ്ങോട്ട് തുപ്പിയിടും. മനസ്സിലായി? ഇവിടെ എന്നും ഇത് പറയുന്നേ, അവിടെയല്ല ഇരിക്കുന്നേ എന്നും. ഇത് പറയും ഇവിടെ എന്നും പ്രാണി കിടപ്പുണ്ടല്ലോ ഒന്നും. ആ, പത്രക്കാരുടെ ഓരോ കളിപ്പിരി പരിപാടികളാണ്. ചക്കരക്കാരില്ലേ? ചക്കരക്കാരല്ല, പത്രക്കാർ. എലിക്കുട്ടിയമ്മയുടെ കുടുംബത്തിൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.